കാസർഗോഡ് ജില്ലയിൽ +1 ക്ലാസുകൾ ആരംഭിച്ചപ്പോൾ തന്നെ സ്കൂളുകളിൽ റാഗിംഗ് വ്യാപകമാകുന്നതായി പരാതി. +1 ക്ലാസ് തുടങ്ങിയ 3 ദിവസത്തിനിടെ കുമ്പള, എടനീർ, ബെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളായി റാഗിങ്ങിനിരയായത് 3 വിദ്യാർത്ഥികൾ. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരം സംഭവത്തിൽ കേസെടുത്തത് 20 വിദ്യാർത്ഥികൾക്കെതിരെ. +1 ക്ലാസുകൾ ആരംഭിച്ചതിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകളിൽ റാഗിംഗ് വ്യാപകമാകുകയാണ്. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും എടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയും ക്രൂരമായ അക്രമത്തിന് ഇരയായതിനു പിന്നാലെ ബെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും റാഗിംഗ് നടന്നു. വെളിഞ്ച സ്വദേശിയും ബെള്ളൂർ സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമായ 16-കാരനാണ് അക്രമത്തിന് ഇരയായത്. ഷർട്ടിന് മുകളിലെ ബട്ടൺ ഇട്ടില്ലെന്ന് പറഞ്ഞാണ് 4ഓളം +2 വിദ്യാർത്ഥികൾ ചേർന്ന് +1 വിദ്യാർത്ഥിയെ ചവിട്ടുകയും അടിക്കുകയും ചെയ്തത്. അക്രമത്തിനിരയായ വിദ്യാർത്ഥിയെ ആദ്യം മുള്ളേരിയയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം സംബന്ധിച്ച് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും ആദൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാവിലെ ബാഗ് വെച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് വരുമ്പോൾ 2 പേര് വന്നിട്ട് ബട്ടൺ ഇടാൻ പറഞ്ഞു. അതിൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അടിച്ചത്. ഓറടിക്കുന്നതാണിപ്പോൾ ബാക്കിൽ നിന്ന് വേറെ കൂട്ടത്തോടെ വന്നിട്ട് അധികം അടിച്ച് നെന്നിക്ക് ചവിട്ടി കമ്പിയിലേക്ക് തല്ലുകൊണ്ടിട്ടെല്ലാം അടിച്ച് ചെയ്തു. മാസ്റ്റർമാരും ടീച്ചർമാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് സഹകരിക്കുന്നു നമ്മൾ അതിനുള്ള ഏർപ്പാട്ടിനുണ്ട് എന്ന്. നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാകുമ്പോൾ ഭാവിയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് സ്കൂൾ കഴിഞ്ഞു പോയി തന്നെയല്ലേ ഈ പിള്ളേർ ഇതിനെ ഭാവിയിൽ ഇതാണ്. അപ്പോൾ ഇനി 7 വരെ പോകുന്നു, അവിടെ വരെ പോയിട്ട് നടപടി എന്ത് വന്നാലും നമ്മൾ സഹകരിക്കും. ബെള്ളൂർ സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ ബസ്സിനകത്ത് വെച്ച് സംഘടനമുണ്ടായിരുന്നു. വീണ്ടും പ്രശ്നത്തിന് സാധ്യതയുണ്ടെന്ന സൂചനകളെ തുടർന്ന് +2 വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം അവധിയും നൽകിയിരുന്നു. പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് PTA മീറ്റിംഗ് ചേരാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് +1 വിദ്യാർത്ഥി അക്രമത്തിന് ഇരയായത്. എടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11 മണിയോടെ അക്രമത്തിനിരയായ +1 വിദ്യാർത്ഥിയുടെ പരാതിയിൽ +2 വിദ്യാർത്ഥികളായ 20 പേർക്കെതിരെയാണ് വിദ്യാനഗർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പരാതിക്കാരനായ വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി കൈപിടിച്ച് തിരിക്കുകയും തള്ളിയിട്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒളയം സ്വദേശി കഴിഞ്ഞ ദിവസമാണ് അക്രമത്തിന് ഇരയായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ പിന്തുടർന്നെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ താക്കോൽ കൊണ്ട് കുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു. വിവിധ സംഭവങ്ങളിൽ പോലീസ് ഊർജിതമായ നിയമ നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.